അപ്പൊ ഞങ്ങള് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ്? നമ്മുടെ ചൈനീസ് നൂഡിൽസ്. അത് തന്നെ റെസ്റ്റോറന്റ് സ്റ്റൈൽ നൂഡിൽസ് ആണ് നമ്മൾ ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതിനിടയ്ക്ക് ഞങ്ങൾ വിചാരിച്ച് ഫുഡ് രാത്രി പുറത്ത് കഴിക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇല്ല കുറച്ച് ദിവസത്തിനൊക്കെ ഉപയോഗിക്കുക അങ്ങനെ. അപ്പം ആ ഒരു പ്ലാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ട്രയലാണ്. വിജയിക്കുമെന്ന് അറിയത്തില്ല. സാധാരണ നമ്മൾ മറ്റേ മാഗിയും ഇപ്പിയൊക്കെ വാങ്ങിച്ചെല്ലാം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ സ്വന്തം ഒരു റിസ്കിൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഒരു മാഗി മസാല നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഈ സൂചി നൂഡിൽസ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ അതിന് നമ്മൾ ഇച്ചിരി വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് അതിന് ചൂടാകാനായിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഈ സൺഫ്ലവർ കൊണ്ട് വെച്ചെടുക്കാം. അങ്ങോട്ടെല്ലാം മനസ്സിലാവണമെങ്കിൽ സബ്ടൈറ്റിൽ ഉണ്ടെങ്കിൽ മൊത്തം ഞങ്ങൾ മൊത്തം ചൈനീസ് ഭാഷയിലേക്ക് സംസാരിക്കും. അതെ നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുന്നത് ചൈനീസ് ഭാഷ പറയുന്നത് നമുക്ക് വേവിക്കാനുണ്ട്. റെസ്റ്റോറൻറ്റുകാരെ കണ്ണുകളുണ്ട്. നമുക്ക് ഇത് 2 കവർ പൊട്ടിച്ചിടണം. എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ ഒന്ന് വേവ് നോക്കിയിട്ട് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അടുത്ത് പൊട്ടിക്കാം. അതിന് കുറച്ച് വരാനുണ്ട്. ഉത്സവത്തിനൊക്കെ പോയി കേട്ടോ. ചൂട് വെള്ളം ഒഴിക്കാം. ഇതൊരു പ്രത്യേകതയാണ് നൂഡിൽസിന്. എന്താണ് അത് പറയും? ഇല്ലി പ്രത്യേകത ഇല്ലി കഴിഞ്ഞു. അതെന്താ നിങ്ങൾ പഠിക്കണം? നമുക്ക് അപ്പോഴത്തേക്ക് അത് അവിടെ സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുട്ട സെറ്റ് ചെയ്യാം. നമ്മുടെ നമ്മുടെ പാൻ അങ്ങോട്ട് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എഗ് നൂഡിൽസ് ആണ്. യെസ്, വെജിറ്റബിൾ. പ്രൊഫഷണൽ ഫോട്ടോറാ അങ്ങനെ ഫോട്ടോ ഇട്ടെ. നീ കുഴിയിലാണ് മുട്ട പൊട്ടിക്കാൻ പോലും അറിയാതെ ഇയാളെ കൊണ്ട് നോക്കിയ സമയം മുട്ട പൊട്ടിക്കാൻ എത്ര മഞ്ഞക്കറി രാത്രി കുളിച്ചായിട്ട് വീണുണ്ട്. ഇത്രയും മതി മുട്ട. ഇങ്ങനെ കട അടിക്കുന്നില്ലേ, അത് കടായി. മുട്ട എന്തോ നോക്കാം. നമ്മൾ ഹാൻഡ് മെയ്ഡ് വാങ്ങിയ ചൈനീസ് അതുപോലെ അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞിരിക്കും. വില്ലേജ് സർവീസിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാഗിയും നമ്മൾ ഉണ്ടാക്കുന്ന മാഗിയും പറ്റിയുള്ള സവിശേഷതകൾ അച്ചു പറഞ്ഞിരുന്നു. തമ്മിൽ കളർ വ്യത്യാസമുണ്ടോ? കളറിന്റെ കൗണ്ടർ അറിവില്ല.
അപ്പൊ നമുക്ക് കത്തട്ട് ലൈറ്റർ താണോ ഇവിടെ ബാക്കി വീഡിയോ നാളെ few hours later അങ്ങനെ ഇത് കാണിക്കണം അപ്പൊ നമുക്ക് വേണ്ട കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് പച്ചമുളക് കൊടുക്കുക അതൊക്കെ പ്രൊഫഷണലാ എന്ത് പുണ്യ വിളിക്കുന്നു നമ്മുടെ പച്ചക്കറി വേണ്ട ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇല്ലേ അരി അടിപൊളിയായിട്ടുണ്ട് അതെ 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 മുട്ട നമ്മുടെ മാഗി അങ്ങോട്ട് എടുക്കുക മാഗി അല്ല നൂഡിൽസ് മാഗി വേറെ കമ്പനി ഓ ഇതിപ്പോ തികച്ചിലും നൂഡിൽസ് സ്പൂണാണോ പടപ്പല്ലി ടീസ്പൂൺ ആ അതൊക്കെ പുറത്തോളെ അങ്ങനെ എല്ലാവരും പോയാൽ രണ്ട് സൈഡിൽ നോക്കണം വെച്ചാൽ ഒട്ടും വേണ്ടിയില്ല അങ്ങനെ സാധിക്കുന്നു വീഡിയോ ഉണ്ട് വീഡിയോ മല്ലിച്ചപ്പെട്ടു കുത്തിയെടുത്ത് നാളാക്കിയോ അപ്പം ചങ്കള നമ്മുടെ നൂഡിൽസ് ആണ് ഷെഷ്വാൻ നൂഡിൽസ് നമ്മൾ സെറ്റ് ആക്കിയ നൂഡിൽസ് ആണ് സ്പൈസി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത നൂഡിൽസ് ആണ് നൂഡിൽസ് എന്ത് ഇങ്ങ അപ്പം നൂഡിൽസ് കൂടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ നമ്മൾ എത്രയും കൂട്ടുകാരോട് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഇനി രണ്ടു മൂന്ന് കിട്ടുവരും കിട്ടു പോകാൻ നിൽക്കും പക്കം വരും അപ്പൊ നമുക്ക് കുറച്ച് പേരായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അതാ എൻഗേജ്മെന്റ് കഴിഞ്ഞു അപ്പൊ അതിന്റെ ഫോൺ വിളി ഏതാണ് 24 അവേഴ്സും ഫോൺ വിളി ആരാ നീ ഒരു ഹോട്ട് ആൻഡ് സ്പൈസി സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയ ഒരു നൂഡിൽസ് ആണ് ഇത് വിജയിക്കും നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഓൺ ഡ്രൈവ് സ്പൂണുണ്ട് അപ്പൊ കൈ നമുക്ക് ഒരു സ്പൂൺ അപ്പൊ കൈ കൊടുക്കാം അപ്പൊ എല്ലാവരും കഴിക്കണ്ടേ ചാച്ചു അവിടെ ഇരുന്ന് ഇത് അവിടെ നിക്കാ ശബരി കൊടുത്തു അതിനുശേഷം ശ്യാമണന്റെ അച്ചു അവിടെ പിന്നെ ഏതുണ്ട് കൈ എങ്ങനെ വന്നു എന്തൊക്കെ പറയുന്നല്ലോ നേരെ തിരിഞ്ഞു പറയണം തല വീഴുന്നതിനെ മൊത്തം എല്ലാം ഹാസ്യ സൂം ചെയ്തേക്കണേ കഴിക്കാതിരിക്കുന്നതാണ് ശ്യാമൻ സംഭവം ഒരുപാട് ഇളക്കിയോണ്ട് കുറച്ച് ഇല്ലേ ലെങ്ക് കുറഞ്ഞത് എന്തോ കിട്ടും സംഭവം ഉണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുള്ള ആൾക്കാരുണ്ട്
അവന്റെ കാന്താരി പറഞ്ഞ ടാറ്റു കടിച്ചു അത് കണ്ടില്ലല്ലേ? അതിന്റെ എങ്ങനെയുണ്ട് അഭിപ്രായം എന്താ? വായി വെക്കാൻ സൂപ്പറാണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവരും ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. ഒരു കാര്യം ചെയ്യാം, കൈ തന്നെ കഴിയും. നോയിക്കോളും പ്രതി മാക്സിമം തറ വീഴാൻ നോക്കണേ. നമ്മളങ്ങനെ എപ്പോഴും നൂഡിൽസ് കഴിക്കാൻ നമ്മളെപ്പോഴും ഒരു ഫോറിൻ രീതിയിൽ വേണം കഴിക്കാൻ. അച്ഛൻ ആരുടെയാണ് കുഴപ്പമില്ല. കിട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല. അരിയണ്ണ ബാക്കി തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഈ സ്പൂണിൽ മണ്ണിട്ട് വാക്കുകളില്ല. നൂഡിൽസ് വെച്ചാൽ ഇതല്ല നൂഡിൽസ് നൂഡിൽസിനാണോ എന്തുള്ളത് മഴങ്ങിയോ? ഇതാണ് കേസ് ഞങ്ങളുടെ ചാനലിന്റെ പേര് വില്ലേജ് ചങ്ക്സ്. എന്ത് ചൈനീസ് ഡിഷ് കൊടുത്താലും നമ്മൾ അവസാനം തറയാ. നോക്ക് നോക്ക്, ഒരു സോസ് എടുത്ത് കഴിക്കുന്ന അച്ചാർ പോലെ. നോക്ക് അവരുടെ കൈ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങള് നമ്മുടെ നൂഡിൽസ് നമ്മള് ചൈനീസ് ആയിട്ടാണോ അമ്മ ഉറങ്ങുന്നത് അല്ലേ? ഇപ്പം അവസാനിച്ചപ്പം ജാപ്പനീസ് നാടൻ സ്റ്റൈലിൽ നാടൻ നൂഡിൽസ് ആക്കി നമ്മള്. പക്ഷെ ടേസ്റ്റ് വൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് നമുക്ക് എനിക്ക് നാളെ ഒന്നിനെ എനിക്കെന്ന് പറഞ്ഞ ആളുടെ മുഖം സംഭവം ഉള്ളതിലെ കാര്യം നമുക്ക് ഈ എന്ന് പറഞ്ഞ ഈ ചൈനീസ് ഡിഷ് ചെയ്തിട്ട് ബോറാക്കിയിട്ട് ചുമ്മാ ആൾക്കാരെ പറ്റിയിട്ട് കാര്യമില്ല. പറഞ്ഞ പറയിച്ചല്ല. നമ്മളെപ്പോഴും കൂടുതൽ ഇങ്ങനെ കണ്ണടിച്ച് ലൈക്കിന് അവരോ കൊടുക്കണം. അതായത് അരിയുടെ തലയിൽ ഒരു അടുത്ത ഞായറാഴ്ച പോവാ. കഴിഞ്ഞ ഞായറാഴ്ച പറയുക. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു അനുശോചനം നമ്മള് പോസിറ്റീവ് ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ മാസം വ്യൂസും ഇല്ല, റിവ്യൂ ഒന്നുമില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവനൊരു നിശ്ചയത്തിന്റെ ഒരു ഷോർട്സ് വരാറുണ്ട്. പിന്നെ അതാരും കാണല്ലേ. അപ്പം ചെറുക്കൻ പോവാണ്. ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച റിട്ടേൺ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ നൂഡിൽസ് എല്ലാവർക്കും നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കല്ല, അപ്പൊ നിങ്ങള് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ചു നോക്കുക. നമ്മൾ ചുമ്മാ ഈ ഒരുപാട് എസൻസ് ഒക്കെ ചേർത്തല്ലേ? ഒന്നും ചേർത്തില്ല, ഇല്ലാത്ത അങ്ങനെ എസൻസ് ചേർത്ത് നമ്മൾ കുളവാക്കിയില്ല. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള നാടൻ രീതിയിൽ നമ്മൾ ചെയ്ത്, നാടനല്ല ഒരു ചൈനീസ് രീതി ചെയ്ത് കഴിച്ചത് നാടൻ രീതിയിൽ അല്ലേ? അപ്പൊ നമ്മുടെ നൂഡിൽസിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത കിടിലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്ന എല്ലാവർക്കും